ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ റെലവൻസി ഓഫ് ഒപ്പീനിയൻ ഓഫ് തേർഡ് പേഴ്സൺസ് അല്ലെങ്കിൽ റെലവൻസി ഓഫ് എക്സ്പേർട്ട് ഒപ്പീനിയനെ പറ്റിയാണ്. സെക്ഷൻ 45 തൊട്ട് 51 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ അകത്താണ് റെലവൻസി ഓഫ് ഒപ്പീനിയൻ ഓഫ് വിറ്റ്നസിനെ പറ്റി പറയുന്നത്. ജനറൽ റൂള് പ്രകാരം ഒരു വിറ്റ്നസിൻ്റെ ഒപ്പീനിയൻ ഇറെലവൻ്റ് ആണ്. ഇപ്പം ഞാനൊരു വിറ്റ്നസ് ആണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ അല്ല ഞാൻ അവിടെ ചെന്ന് പറയേണ്ടത്, കോടതി ചെന്ന് പറയേണ്ടത്. ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് അവിടെ ചെന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു വിറ്റ്നസിൻ്റെ ഒപ്പീനിയൻ ഇറെലവൻ്റ് ആണ്. എന്നിരുന്നാലും സെക്ഷൻ 45 പ്രകാരം എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് റെലവൻ്റ് ആണ്. ഒപ്പീനിയൻ എവിഡൻസ് എന്ന് പറയുന്നത് ഒരു വീക്ക് എവിഡൻസ് ആണ്, എങ്കിലും അത് കൊറോബറേറ്റീവ് എവിഡൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം? ഈ ഒപ്പീനിയൻ എവിഡൻസ് നമുക്ക് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി ഒരു കോടതി ഒരു വ്യക്തി പറയുന്ന ഒപ്പീനിയൻ്റെ മുകളിൽ ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു എക്സ്പേർട്ട് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ ലോയോ അല്ലെങ്കിൽ സയൻസ്, ആർട്ട്, ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിംഗർ ഇംപ്രഷൻ അതുമായിട്ടൊക്കെ അതിൽ സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം അവിടെ ഒപ്പീനിയൻ കൊടുക്കേണ്ടത്. അല്ലാതെ ആർക്കും ചെന്ന് ഒപ്പീനിയൻ പറയാം എന്നല്ല. ഈ പറഞ്ഞ മേഖലകളിൽ ഇനി സെക്ഷൻ 45 പ്രകാരം ഇനി ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഓഫ് ഫോറിൻ ലോ, മാറ്റേഴ്സ് ഓഫ് സയൻസ്, ക്വസ്റ്റ്യൻ ഓഫ് ആർട്ട്, ഐഡൻറ്റിറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ്, ഐഡൻറ്റിറ്റി ഓഫ് ഫിംഗർ ഇംപ്രഷൻ, ഇതിലൊക്കെ എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയനാണ് കോടതി എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുന്നത്. സെക്ഷൻ 45A ഒപ്പീനിയൻ ഓഫ് എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് വിറ്റ്നസ് അതിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ഇലക്ട്രോണിക് റെക്കോർഡിൻ്റെ എക്സാമിനറിനെ ഒരു എക്സ്പേർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. സെക്ഷൻ 48 റെലവൻസി ഓഫ് ഒപ്പീനിയൻ ആസ് ടു എക്സിസ്റ്റൻസ് ഓഫ് റൈറ്റ് ഓർ കസ്റ്റത്തിനെ പറ്റി പറയുന്നു. ഇനി സെക്ഷൻ 49 റെലവൻസി ഓഫ് ഒപ്പീനിയൻ ആസ് ടു യൂസേജ്, ടെനൻസ് എക്സെട്ര അതിനെ പറ്റി പറയുന്നു. ഇനി സെക്ഷൻ 15 അകത്തെന്ന് പറയുന്നത് റെലവൻസി ഓഫ് ഒപ്പീനിയൻ ആസ് ടു റിലേഷൻഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സെക്ഷൻ 51 റെലവൻസി ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് ഒപ്പീനിയനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം ഓരോന്നും. ഫസ്റ്റ് വണ്ണാണ് ഫോറിൻ ലോ. ഫോറിൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫോഴ്സിലില്ലാത്ത ഒരു നിയമത്തിനെയാണ് ഫോറിൻ ലോ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ചില സമയത്ത് ഇന്ത്യൻ കോടതികൾക്ക് ഈ ഫോറിൻ ലോ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫോറിൻ ലോയിൽ ആരാണോ എക്സ്പേർട്ടായിട്ടുള്ളത് ആ വ്യക്തിയുടെ ഹെൽപ്പ് നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇപ്പോൾ ഇന്ത്യൻ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത നിയമങ്ങൾ ഇന്ത്യയിലെ ലോയേഴ്സിനായിരിക്കും അറിയാവുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ ആ രാജ്യത്തിൻ്റെ ലോയേഴ്സിനായിരിക്കും അറിയാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫോറിൻ ലോയിലെ അല്ലെങ്കിൽ ഫോറിൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഇനി മാറ്റേഴ്സ് ഓഫ് സയൻസ് ഓർ ആർട്ട്. എക്സ്പേർട്ട് ഒപ്പീനിയൻ സയൻസും ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിനും റെലവൻ്റ് ആയിട്ട് വരുന്നു. ഈ സയൻസ് ആൻഡ് ആർട്ടിൻ്റെ അകത്ത് എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. വിച്ച് ദ കോർട്ട് ഓഫ് സ്പെഷ്യൽ സ്റ്റഡി, ഒരു സ്പെഷ്യൽ സ്റ്റഡിയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ആവശ്യമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. ക്രിമിനൽ കേസുകളിലൊക്കെ ആണെങ്കിൽ ഒരാൾക്കൊരു ഇഞ്ചുറി വന്നു അല്ലെങ്കിൽ ഒരാളുടെ ഡെത്ത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സിൻ്റെ അവരെ എക്സാമിൻ ചെയ്ത ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് റെലവൻ്റ് ആണ്. ഇപ്പം അഡൾട്രേഷൻ എന്ന് പറയുന്നത് മായം ചേർക്കുന്നത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഫുഡ് ആൻഡ് ന്യൂട്രീഷ്യനുമായിട്ട് ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഈ ഫുഡ് അഡൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ളത്. അപ്പം ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ, ഒരു വ്യക്തി മരിച്ചു അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പല്ല്, ഹൈറ്റ്, വെയിറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്ര ഏജ് ഉണ്ട് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പീനിയൻ നൽകാൻ ഒരു ഡോക്ടറിനെ കഴിയത്തുള്ളൂ. ഓക്കെ, ഇനിയും ഒരു ഡെത്തായിട്ട് ഒരു എന്താ പറയുന്നത്, ഗൺ ഷോട്ട് കൊണ്ടിട്ട് മരിച്ചൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നെഞ്ചിൽ തുളച്ച അല്ലെങ്കിൽ ദേഹത്ത് തുളച്ച ആ ഒരു ബുള്ളറ്റിൻ്റെ അത് എത്ര ഉണ്ട് ഡെപ്ത്, എത്ര ആഴത്തിൽ പോയി, അല്ലെങ്കിൽ ആ ബുള്ളറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാലിസ്റ്റിക് എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താണ്? റെലവൻ്റ് ആയിട്ട് വരുന്നു. ഇനി ഐഡൻറ്റിറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ഓർ ഫിംഗർ ഇംപ്രഷൻ. ഒരു കോടതിക്ക് ഈ ഹാൻഡ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അതുമായിട്ട് ഒരു കേസ്
കേസ് ഡിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഫിംഗർ ഇംപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വേണ്ടുന്നത് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് സ്പെഷ്യൽ നോളജുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനായിരിക്കും കോടതി സ്വീകരിക്കുന്നത്. ഇനി ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്, റാം നരൈൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഈ പറഞ്ഞ കുട്ടിയുടെ പേരൻസിനാണെങ്കിൽ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിട്ട് പിന്നെ 1000 രൂപ പിന്നെ 5000 രൂപയൊക്കെ ചോദിച്ചുകൊണ്ട്, റാൻസം ചോദിച്ചുകൊണ്ട് കൊച്ചിനെ വിട്ടുതരാം, ഇത്ര രൂപ താ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരം ലെറ്റേഴ്സ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ലെറ്റർ എഴുതിയ ഇതിൻ്റെ ഓതറിനെ കണ്ടുപിടിച്ചത് ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ടായിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടുകൾ ലെറ്റർ ഐഡൻറ്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ടെസ്റ്റിഫൈ ചെയ്തു, എന്നിട്ട് ആ അക്യൂസ്ഡിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടുത്തെ ഈ പറഞ്ഞ അക്യൂസ്ഡിനെ കൺവിക്റ്റ് ചെയ്തത് ഈ ഒരു എക്സ്പേർട്ട് കൊടുത്തിരുന്ന ഒപ്പീനിയൻ്റെ ബേസിസിൽ മാത്രമായിരുന്നു. മറ്റൊരു കേസ് ഇവിടെ പറയുന്നത് ഫക്രുദ്ദീൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശിൽ പറയുന്നു, ആരുടെ പ്രസൻസിലാണ് ഒരു റൈറ്റിംഗ് നടത്തിയത് പിന്നെ വ്യക്തിക്കാണ് അവിടെ എവിഡൻസ് കൊടുത്ത് ആ വ്യക്തിക്കാണ് ആ ഹാൻഡ് റൈറ്റിംഗ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്